എറണാകുളം തിരുവാണിയൂരിൽ 4 വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതി റിമാൻഡിലായി. കുട്ടിയുടെ പിതാവിൻ്റെ ഇളയ സഹോദരനെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്ത്. പ്രതി കുറ്റം സമ്മതിച്ചതായി റിമാൻഡ് റിപ്പോർട്ട് വന്നു. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അമൽ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. യഥാർത്ഥത്തിൽ ഈ പ്രതി ആദ്യം 8 മണിക്കൂർ ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇതൊക്കെ സമ്മതിച്ചത്. എന്നാൽ ഏറ്റവും അവസാനം ഈ ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പ്രതി ഇതെല്ലാം പറയുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്താണ് അമൽ? SKN പറഞ്ഞതുപോലെ തന്നെ ചോദ്യം ചെയ്യലിന്റെ ആദ്യ ഘട്ടങ്ങളിൽ ഈ പ്രതി പരമാവധി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. പിന്നീട് പറ്റിപ്പോയി എന്ന് ഏറ്റുപറയുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ. ഏതായാലും ഇന്ന് 7 മണിയോട് കൂടിയാണ് പ്രതിയെ കോലഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. തുടർന്ന് പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡിൽ വിടുകയാണ് ഉണ്ടായത്. നമുക്ക് അറിയാം, ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ള പല കാര്യങ്ങളും ഇതൊരു പോക്സോ കേസായതിനാൽ തന്നെ പുറത്തുവിടുന്നതിൽ ചില പരിമിതികൾ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് പറയാവുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, പ്രതി ഈ കുട്ടിയെ എവിടെയെല്ലാം എത്തിച്ച് പീഡനത്തിന് ഇരയാക്കി എന്ന കാര്യം പോലീസിന് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ എത്ര കാലമായി ഈ പ്രതി കുട്ടിയുമായി ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നതിനെക്കുറിച്ച് കുറെ കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അമ്മയ്ക്ക് എത്രമാത്രം ഈ വിവരത്തെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്ര കാലം ഇതിനെക്കുറിച്ച് വിവരമുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചെല്ലാം കൃത്യമായ ഒരു വിവരം ലഭിക്കേണ്ടതുണ്ട്. അതിന് പ്രകാരം ഇപ്പോൾ അമ്മ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. 4 ദിവസത്തേക്ക് അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രതിയെ നാളെ തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള, അതായത് ഈ കുട്ടിയെ പീഡിപ്പിച്ച പിതൃ സഹോദരനെ കസ്റ്റഡിയിൽ വാങ്ങുവാനുള്ള അപേക്ഷ നാളെ തന്നെ സമർപ്പിക്കുവാനാണ് പോലീസ് നീങ്ങുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ പ്രതിയെയും അമ്മയെയും ചേർത്ത് വരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവരെ ഒരുമിച്ചിരുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്കായിരിക്കും പോലീസിന്റെ അന്വേഷണം നീളുക. ഏതായാലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മൂവാറ്റുപുഴ സബ് ജയിലിലേക്കാണ്. ഇവിടേക്കാണ് പ്രതിയെ കൊണ്ടുവരിക. ഇപ്പോഴേതായാലും പോലീസ് സംഘം ഇവിടെ എത്തിയിട്ടില്ല. പ്രതിയുമായിട്ട് പെരുമ്പാവൂരിലെ ACP ഓഫീസിൽ വിരലെ അടയാള പരിശോധനയുമായി മുന്നോട്ട് പോവുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. അല്പസമയത്തിനുള്ളിൽ മൂവാറ്റുപുഴയിലെ ഈ ഒരു സബ് ജയിലിലേക്ക് പ്രതിയെ കൊണ്ടുവരും. അതിനുശേഷം ഇവിടെ റിമാൻഡ് നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും സമൂഹ മനസാക്ഷിയെ ഒന്നാകെ നടുക്കിയ ഒരു കേസിൽ വല്ലാത്ത ഒരു വഴിത്തിരിവാണ് ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ കുട്ടിയെ 1.5 വർഷത്തോളം പീഡിപ്പിച്ച പിതൃ സഹോദരൻ റിമാൻഡിലായിരിക്കുകയാണ്. SKN. താങ്ക് യു അമൽ സുരേന്ദ്രൻ.